Hi friends, welcome to Tino talkies. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ഫ്രീ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ എങ്ങനെ നിർമ്മിച്ചെടുക്കാം, എല്ലാ ഓപ്ഷനോട് കൂടി ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എങ്ങനെ നിർമ്മിച്ചെടുക്കാം, ഫ്രീ ആയിട്ട് നിർമ്മിച്ചെടുക്കാവുന്നതിനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ആയത് വെബ് ബ്രൗസർ വെച്ചാൽ അതിൽ കയറുക, ക്യാൻവ ഡിജിറ്റൽ ബിസിനസ് കാർഡ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അതിൽ രണ്ടാമത് പറയുന്നത് ക്യാൻവ ഫ്രീ ബിസിനസ് കാർഡ് മേക്കർ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനൊരു വിൻഡോയിലേക്കാണ് അത് പോകുന്നത്. എന്നിട്ട് സ്റ്റാർട്ട് ഡിസൈൻ എ ബിസിനസ് കാർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് ലോഡായി വരികയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഈ കാര്യം ഇഷ്ടംപോലെ ടെംപ്ലേറ്റ് ഉണ്ട്. ഇതിൽ ഏത് ടെംപ്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഈ മോഡലുള്ള ഒരു ടെംപ്ലേറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് ചൂസ് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ അത് ഈ സ്ക്രീനിലേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് ഈ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചുള്ള എഡിറ്റിങ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനിത് കൊണ്ട് ഓൾറെഡി കുറച്ച് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇവിടെ നമുക്ക് പേര് മാറ്റം എവിടെയാണെങ്കിൽ വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ പേര് എന്താണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഓരോന്നെല്ലാം വീഡിയോ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് ചെയ്തത്. ഇതുപോലെ തന്നെ ഓരോരുത്തർ എന്നിങ്ങനെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ ബട്ടൺ നമുക്ക് എവിടെ നിന്ന് കൊണ്ടുവരാൻ നമുക്ക് നോക്കണമെങ്കിൽ ഇതുണ്ട്. അവിടെ കൂടെ ക്ലിക്ക് ചെയ്യുക. അത് ഡിലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ടോ, ബട്ടൺ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാണ് കൊണ്ടോ ആ എലമെൻറ്റ്സിൽ ഇതുണ്ടോ ഇവിടെ കണ്ട ഓരോ വാട്സാപ്പ്, കോളിംഗ് ബട്ടൺ, യൂട്യൂബ് ബട്ടൺ അങ്ങനെ ഉണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും സെർച്ച് ചെയ്യണത് ഇവിടെ സെർച്ച് ബാറിൽ പോയി സെർച്ച് ചെയ്ത് നമുക്ക് ഏത് ബട്ടൺ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ഓരോന്നിനും ഓരോ അനുയോജ്യമായത് കണ്ടുപിടിക്കാം. ഇപ്പം ഈ ഫേസ്ബുക്ക് ഇത് പറഞ്ഞാൽ എന്നിട്ട് അതിലേക്ക് എങ്ങനെയാണ് ലിങ്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ 3 ഡോട്ട് ഉണ്ടോ, അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടോ. അത് ഈ ലിങ്ക് എന്ന് പറയുന്നുണ്ടോ, അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതായത് ഇങ്ങനെ സ്ക്രീൻ വരും. ഞാൻ ഓൾറെഡി എല്ലാം പേസ്റ്റ് ചെയ്തിരിക്കണം വീഡിയോ ലെങ്ത് പറയാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒരു ഐക്കൺ എടുത്തിട്ട് അത് ഓപ്പൺ ആക്കി ആ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ലിങ്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യുക, ഡൺ കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അതുപോലെ യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങൾ, വാട്സാപ്പ് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും അങ്ങനെ ലിങ്ക് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ ഒരു ഐക്കൺ കാണിക്കും. ഇതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം അതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ഐക്കൺ കാണിക്കുന്നത്. ഇതിങ്ങനെ എല്ലാമായിട്ട് ഞാൻ ലിങ്ക് ചെയ്തിട്ട് പിന്നെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് ഫേസ്ബുക്ക് ലിങ്ക് എടുത്തു. ഇതാണ് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ലിങ്ക്. കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ബാക്ക് അടിച്ചു. ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്തു. ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ആ ലിങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇനി ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ ഞാൻ ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ കണ്ടോ ഈ ലിങ്ക് എന്ന് പറയുന്നുണ്ടോ, അതെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ കൊണ്ടുപോയി അതൊന്ന് പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇത്രയും കേസുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ പരിപാടി തീർന്നു. ഇനി ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ലിങ്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ഓരോ പാട്ട്, ഇത് കളറോ ഏതൊക്കെ ഓരോ സാധനം ഉണ്ടോ, അതൊക്കെ ഓരോ ലെയർ അതൊക്കെ നമുക്ക് മാറ്റി നമുക്ക് ചെയ്ത് ചുമ്മാ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ സിമ്പിളായിട്ട് ചെയ്താൽ ഈ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മുകളിൽ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. അതിൽ താഴോട്ട് വരിക. ഡൗൺലോഡ് എന്ന് പറഞ്ഞുണ്ടോ കേട്ടോ. ഇവിടെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് MP4 ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കത് PDF ആയിരിക്കും. സ്റ്റാൻഡേർഡ് PDFിലേക്ക് കൊണ്ട് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതോടെ ഡൗൺലോഡായി വന്നിട്ട് നമുക്കിത് വർക്ക് ചെയ്യുമോ എന്ന് നോക്കാം. അത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ PDF. ഞാൻ ഒന്ന് സൂം ചെയ്യുകയാണേ. ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്ത ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ്. ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണ്ടേ. ഇതുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം തമ്പയക്കാൻ വരുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ ഒരു ഹാൻഡ് വരുന്നുണ്ടോ. ഇതാണ് നമുക്ക് ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്തു. അതുകൊണ്ട് നേരെ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് അത് ലോഡായി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു. ഇതുപോലത്തെ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.